ഹായ്, കാദംബരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ എങ്ങനെ പനീർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. മിൽമയുടെ പാലാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ ചെറിയ തീയിലിട്ട് കാച്ചിയെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടിക്ക് കട്ടി പിടിക്കരുത്. സൈഡിലും ഒന്നും പിടിക്കാതെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ തീയിലിട്ട് കാച്ചിയെടുക്കാം. കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പനീർ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കഴിച്ചാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ കാരണമാകും. കാരണം അതിൽ ഒത്തിരി കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ ആഡ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം കടകളിൽ നിന്നൊന്നും കഴിയുന്നതും വാങ്ങാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുക. പനീർ പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിനുകൾ എന്നിവയുടെ നല്ലൊരു ഉറവിടമാണ്. ഇത് പേശികളുടെ വളർച്ചയ്ക്കും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ ഈ പനീർ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ പാൽ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത് പാട കെട്ടാതിരിക്കാൻ വേണ്ടി. അപ്പം ചെറുതായിട്ട് തീ ഒന്ന് ഇടയ്ക്ക് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാല് തിളച്ച് തൂവാറാകുന്ന പരുവമാകുമ്പം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങാ നീര്, ഞാനിവിടെ ഒരു 4 നാരങ്ങാ നീര് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നാരങ്ങാ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആ നാരങ്ങാ നീരിൻ്റെ അത്രയും അളവിൽ വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ട് അത് നമ്മൾ ഈ പാല് നല്ലതുപോലെ തിളച്ച് തൂവുന്ന പരുവമായി വരുമ്പം അതിലോട്ട് ചേർക്കുക. കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ പാല് തിളച്ച് തൂകാറാവുമ്പോഴേ നമ്മൾ തീ കുറച്ച് വെക്കുക. കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നാരങ്ങാ വെള്ളം ചേർക്കാവൂ. നാരങ്ങാ വെള്ളം കുറേശ്ശെ ചേർക്കുക. ഒരുമിച്ച് ചേർക്കരുത്. കുറച്ച് ചേർത്ത് ഇളക്കുക. വീണ്ടും ഒന്ന് പിരിഞ്ഞ് വരുമ്പോൾ വീണ്ടും ചേർക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം നല്ലതുപോലെ പിരിഞ്ഞ് വരുന്ന സമയമാകുമ്പം നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇതിൻ്റെ ഒരു കളറുണ്ട്, ആ വെള്ളത്തിനൊരു കളർ വരും. നാരങ്ങ നീരും പാലും എല്ലാം കൂടെ ചേർന്ന് ഏകദേശം ഒരു ഇളം പച്ചയും ഇളം മഞ്ഞയും കലർന്ന ഒരു കളർ വരും. അതതിൻ്റെ കറക്റ്റ് കളർ. ഇപ്പോൾ അതാ പിരിഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏകദേശം ആ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കൂടുതൽ നേരം കത്തിച്ച് വെക്കരുത്. അത് പനീർ നല്ലതുപോലെ ഹാർഡായി പോവും. അപ്പം തീ ഓഫ് ചെയ്യുക. നമുക്കൊരു അരിപ്പ എടുത്തതിന് ശേഷം നല്ല ഇഴയകലമുള്ള ഒരു തുണി ഈ അരിപ്പയുടെ പുറത്തോട്ട് വിരിക്കുക. ഞാനിവിടെ ഒരു തോർത്താണ് എടുത്തേക്കുന്നത്. ഇഴയകലമുള്ള തുണി തന്നെ എടുക്കണം. എന്നാലേ ആ വെള്ളം മൊത്തം വാർന്നു പോയി നമുക്ക് പനീർ കിട്ടത്തുള്ളൂ, കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പനീർ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇഴയകലമുള്ള തുണി ഉണ്ടെങ്കിൽ ആ വെള്ളമെല്ലാം വാർന്നു പോയി നമുക്ക് പനീർ കിട്ടും. അതിന് വേണ്ടി ഇഴയകലമുള്ള തുണി തന്നെ എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഈ പിരിഞ്ഞ പാൽ അതിലോട്ട്, ആ പിരിഞ്ഞ പാല് മൊത്തം പകർത്തിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ആ പനീറൊന്ന് സോഫ്റ്റ് ആവാനും പിന്നെ ആ നാരങ്ങ വെള്ളമല്ലേ നമ്മൾ ചേർത്തത് പിരിയാൻ വെച്ചത്, അപ്പം ആ നാരങ്ങയുടെ ഒരു ടേസ്റ്റും പോകാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഒരു കിഴി പോലെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ആ വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. നല്ലതുപോലെ പിഴിഞ്ഞ് നല്ലതുപോലെ പ്രസ് ചെയ്യണം. ചെറിയ ചൂട് കാണും. അപ്പം നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് ആ വെള്ളമെല്ലാം കളയണം. ഈ വെള്ളം നമ്മൾ അതുപോലെ കളയാൻ പറയുന്നത്, അത് വെള്ളം അത്രയും പോയാലേ നമുക്ക് ആ പനീർ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും പനീർ. അപ്പം അതിന് വേണ്ടി നമ്മൾ മാക്സിമം വെള്ളം അതിനകത്തുനിന്ന് കളയണം. എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാനൊരു പാത്രത്തിൻ്റെ പുറത്ത് വേറൊരു പാത്രം വെച്ചു. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മളത് പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് വേണ്ട വലുപ്പത്തിൽ നമ്മളത് പരത്തി എടുക്കണം ആ പനീർ. ഞാനിവിടെ ഒത്തിരി പരത്തിയില്ല, ഒത്തിരി നേർപ്പിക്കാതെ അത്യാവശ്യം കട്ടിയോടെ അത് പരത്തി വെച്ചു. പിന്നെ ആ തോർത്ത് നമ്മൾ ടൈറ്റാക്കി വെക്കണം. ആ കിഴിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, അത് ഒത്തിരി കുഴിച്ചും വെക്കരുത്. കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പനീറിൽ കുഴി വീഴും. അപ്പം അത്യാവശ്യം അത് പരത്തി വെക്കണം. എന്നിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് അതിൻ്റെ പുറത്ത് വെക്കുക. ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ഇടികല്ലെടുത്ത് വെച്ചു. ഏകദേശം 2 മണിക്കൂർ വരെ നമ്മളിത് വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പനീർ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. പനീർ നല്ലതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പൊടിഞ്ഞു ഒന്നും വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ പനീർ ഉണ്ടാക്കണ്ട. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പനീർ നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പൊടിഞ്ഞു ഒന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ പനീർ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കടകളിൽ നിന്നൊക്കെ കഴിയുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക. വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്